റീപ്രൊഡക്ഷന് 3 വഴിയാണുള്ളത്. ഒന്നെങ്കിൽ വെജിറ്റേറ്റീവ് ആണ്, അല്ലെങ്കിൽ അസെക്ഷുവൽ ആണ്, അല്ലെങ്കിൽ സെക്ഷുവൽ ആണ്. വെജിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? ഫ്രാഗ്മെന്റേഷൻ ആണ്. ഇവിടെ ഓരോ ഫ്രാഗ്മെന്റും പുതിയ ഒരു ബോഡി ഫോം ആയിട്ട് മാറുക. അതിവിടെ താലസ് ആണ് ബോഡി ഫോം അല്ലെ. രണ്ടാമത്തത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ്, ബൈ മീൻസ് ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ്. ആ സ്പോറുകളെ നമ്മൾ സൂസ്പോർ എന്നാണ് പറയുന്നത്. ഇവർക്ക് ഫ്ലജല്ല ഉണ്ട്, മനസ്സിലായില്ലേ? ജെർമിനേഷനിലൂടെ പുതിയ പ്ലാന്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി അടുത്തത് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 2 ഗാമീറ്റുകൾ ഫ്യൂഷൻ നടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഗാമീറ്റ് എന്ന് പറയുന്നത് ഫ്ലജല്ല ഉള്ളതും ആവും, സെയിം സൈസും ആവും. ആൻസർ എക്സാമ്പിൾ ഇസ് യൂലോത്രിക്സ്. അല്ലെങ്കിൽ ഫ്ലജല്ല ഇല്ല പക്ഷെ സെയിം സൈസ് ആണ്. എക്സാമ്പിൾ ഇസ് സ്പൈറോഗെറ. ഇത് ഏതിൽ വരുന്നതാണ്? ഐസോഗാമസ്. രണ്ടാമത്തെ അനൈസോഗാമസ് എന്ന് പറഞ്ഞാൽ ഡിസിമിലർ സൈസ് ആണ് അല്ലെ, ഡിസിമിലർ സൈസ് ആണ്. അപ്പോൾ അത് എക്സാമ്പിൾ ആരാണ്? യൂഡോറീന. ഇനി ഊഗാമസ് എന്ന് പറഞ്ഞാൽ ഊ ഓ അല്ലെ, വലിയ വട്ടത്തിലുള്ള നോൺ മൊട്ടൈൽ